സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ സേവിക്കുന്നതും എൻ ജീവിത ഭാഗ്യമേ. നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ സേവിക്കുന്നതും എൻ ജീവിത ഭാഗ്യമേ. യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. എൻ ഭാരം ഏറുമ്പോൾ നീ ഭാരം താങ്ങുവാൻ എൻ ചാരേ വന്നെന്നെ ആശ്വസിപ്പിച്ചിടുന്നു. എൻ ഭാരം ഏറുമ്പോൾ നീ ഭാരം താങ്ങുവാൻ എൻ ചാരേ വന്നെന്നെ ആശ്വസിപ്പിച്ചിടുന്നു. യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. ശോധനകൾ വന്നെൻ്റെ ജീവിതത്തിൽ ഏറുമ്പോൾ നല്ല സഖിയായി വന്നെന്നെ ആശ്വസിപ്പിച്ചിടുന്നു. ശോധനകൾ വന്നെൻ്റെ ജീവിതത്തിൽ നല്ല സഖിയായി വന്നെന്നെ ആശ്വസിപ്പിച്ചിടുന്നു. യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ
എത്ര വലിയവൻ. നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ സേവിക്കുന്നതും എൻ ജീവിത ഭാഗ്യമേ. നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ സേവിക്കുന്നതും എൻ ജീവിത ഭാഗ്യമേ. യഹോവേ നീ എത്ര നല്ലവൻ. യഹോവേ നീ എത്ര വലിയവൻ. യഹോവേ നീ എത്ര നല്ലവൻ. യഹോവേ നീ എത്ര വലിയവൻ. സത്യസത്യമായ എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. ലോക ചരിത്രത്തിൻ്റെ ഏടുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്ര പ്രധാനമായ സംഭവമാണ് നോഹയുടെ കാലത്തെ പ്രളയം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ കാണുന്നത് പോലെ പാപികളെ കൊണ്ടും ദുഷ്ടന്മാരെ കൊണ്ടും നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലമായിരുന്നു നോഹയുടെ കാലം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ദൈവം ഒരു കാര്യം തീരുമാനിച്ചു. ഈ ലോകത്തെ വെള്ളം കൊണ്ട് നശിപ്പിക്കാം എന്നതായിരുന്നു ആ തീരുമാനം. അങ്ങനെ ദൈവം നോഹയോട് അരുളി ചെയ്തു, ഞാൻ ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിക്കാൻ പോവുകയാണെന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അന്ന് വരെ ഈ ലോകത്തിൽ മഴ പെയ്തിട്ടില്ല. എങ്കിൽ കൂടെ ദൈവം പറഞ്ഞ വാക്കുകൾ നോഹ അങ്ങനെ തന്നെ വിശ്വസിച്ചു. അതുമാത്രമല്ല, ഇന്ന് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ നിത്യമായ നരകത്തിലേക്ക് പോകുമെന്നും വിശ്വസിക്കുന്നവർ നിത്യമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്ന് ഞങ്ങൾ പ്രസംഗിച്ചു നടക്കുന്നത് പോലെ നോഹയും അന്ന് അനേക വർഷങ്ങൾ ഈ ലോകത്തിൽ പ്രസംഗിച്ചു, ദൈവം ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിക്കാൻ പോകുകയാണെന്ന്. എന്നാൽ ഈ നോഹയുടെ വാക്കുകൾക്ക് ആരും ശ്രദ്ധ കൊടുത്തില്ല. നോഹയുടെ വാക്കുകളെ കേട്ട് അവർ നോഹയെ പരിഹസിക്കുകയാണ് ചെയ്തത്. എന്നാൽ ദൈവം നോഹയോട് കൽപ്പിച്ചതുപോലെ നോഹ ഒരു പെട്ടകമുണ്ടാക്കി. അതുമാത്രമല്ല, എല്ലാ മൃഗങ്ങളിൽ നിന്നും ഒരു ആണിനെയും പെണ്ണിനെയും ഈ പെട്ടകത്തിലേക്ക് കയറ്റി. അങ്ങനെ മഴ പെയ്യുന്ന ആ ദിവസം വന്നു. ദൈവം ഈ ലോകത്തിലേക്ക് മഴയെ അയച്ചു. അങ്ങനെ ഈ ലോകത്തിൽ നോഹയും നോഹയുടെ കുടുംബവും ഓരോ മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണും എന്ന രീതിയിൽ മാത്രം ഈ ലോകത്തിൽ ആളുകൾ രക്ഷപ്പെട്ടു. ബാക്കി ഈ ലോകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജന്തുക്കളും ആ പ്രളയത്തിൽ നശിച്ചുപോയി. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ദിവസം ഇനി ഒരിക്കൽ കൂടെ വരുവാനായിട്ട് പോവുകയാണ്. അത് ഈ ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിക്കുന്ന ഒരു ദിവസമല്ല, മറിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത എല്ലാ ജനങ്ങളെയും ന്യായം വിധിച്ച് നിത്യമായ നരകത്തിലേക്ക് അയക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം എന്നാണ്. അതേ പ്രിയമുള്ളവരെ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം വായിക്കാം. മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീർ ആയിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ വേദഭാഗത്തെ ആസ്പദമാക്കി 2 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒന്നാമതായിട്ട്, ദൈവത്തെ പരിഹസിക്കുന്നവർക്കും ദൈവത്തെ രക്ഷകനായി സ്വീകരിക്കാത്തവർക്കും വളരെ ഭയമുളവാക്കേണ്ട ഒരു ദിവസമാണ് ദൈവത്തിൻ്റെ ന്യായവിധി ദിവസം എന്ന് പറയുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ 2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ന്യായവിധി ദിവസം വരും എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വരും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും എന്ന് മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു. അതുമാത്രമല്ല, അങ്ങനെ ഒരു ദിവസത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നാം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 17-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്,
ദൈവം ലോകത്തെ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം ആ ദിവസം വരും എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വന്നിരിക്കും. ഞാൻ മറ്റൊരു തെളിവൂടെ പറയാം. ബൈബിളിൽ നമ്മൾ വായിക്കുന്ന അനേകം പ്രവാചകന്മാരുണ്ട്. യെശയ്യാ പ്രവാചകൻ, യെരമ്യാ പ്രവാചകൻ, സെഫന്യാ പ്രവാചകൻ, ഒബദ്യാ പ്രവാചകൻ, യോവേൽ പ്രവാചകൻ, എസെക്കിയേൽ പ്രവാചകൻ, അങ്ങനെ അനേകം പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പ്രവാചകന്മാർ എല്ലാവരും തന്നെ ദൈവാത്മാ നിയന്ത്രണത്താൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ അവർ നടത്തിയ എല്ലാ പ്രവചനങ്ങളും അത് നിറവേറിയിട്ടുണ്ട് എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് പാപികൾക്ക് വേണ്ടി മരിക്കുവാനായിട്ട് വരും എന്ന് യെശയ്യാ പ്രവാചകൻ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുന്നതിനും 700 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച കാര്യമായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അങ്ങനെ ഒരു പ്രവചനം അങ്ങനെ തന്നെ സംഭവിച്ചുവെങ്കിൽ മലാക്കി പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്ന ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വന്നിരിക്കും. അന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കാത്ത എല്ലാവരെയും നിത്യമായ ന്യായവിധിയിലൂടെ കടത്തിവിട്ട് അവരെ നിത്യമായ നരകത്തിലേക്ക് ദൈവം അയക്കുകയും ചെയ്യും. എന്നാൽ ഇവിടത്തെ ഒരു പ്രധാന വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ, ന്യായവിധി ദിവസത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട ആളുകൾ തന്നെ ആ ന്യായവിധി ദിവസത്തെക്കുറിച്ച് പറഞ്ഞ് പരിഹസിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതേപോലെ തന്നെയായിരുന്നു നോഹയുടെ കാലഘട്ടത്തിൽ നോഹ പ്രളയത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോഴും ആളുകൾ നോഹയോട് പ്രതികരിച്ചത്. അതിനോടുള്ള ബന്ധത്തിൽ പത്രോസ് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടുകൂടെ അന്ത്യനാളിൽ വരും എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ഇതേ ആശയം തന്നെയാണ് വെളിപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. പാപികളായ മനുഷ്യരെ കുറിച്ച് നമ്മളോട് വായിക്കുന്നത് അവർ ആഡംബര പ്രൗഢിയിലും ഇന്ദ്രിയതയിലും വളരെ ആസന്നമായ ന്യായവിധിയെ മറന്നുകൊണ്ട് അവർ ഈ ലോകത്തിൽ വളരെ ആഹ്ലാദിച്ച് ജീവിക്കുകയും അങ്ങനെ അവസാനം ന്യായവിധി വരികയും അവരുടെ സകല മഹത്വവും പാഴായി പോകും എന്നാണ് നമ്മളോട് വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ന്യായവിധി ദിവസം അഥവാ ആ ചൂള പോലെ കത്തുന്ന ദിവസം വരുവാനായി താമസിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ഒരിക്കലും വരികയില്ല എന്നല്ല അർത്ഥം. നാം നോഹയുടെ ചരിത്ര സംഭവം കേട്ടുവല്ലോ. നോഹ അനേകം വർഷം ഈ ലോകത്തിൽ പ്രളയം വരും, മഴ പെയ്യും എന്ന് പ്രസംഗിച്ച് നടന്നിട്ടും ഒരാൾ പോലും വിശ്വസിച്ചില്ല. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ന്യായവിധി ദിവസം വരും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും വന്നിരിക്കും. ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. ദൈവത്തെ പരിഹസിക്കുന്ന ഏവർക്കും ഭയാനകമായ ഒരു ദിവസമായിരിക്കും അതെന്നുള്ളതാണ്. ആരാണ് ദൈവത്തെ പരിഹസിക്കുന്നവർ? ഇവിടെ പരിഹസിക്കുന്നവരെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ഈ വേദഭാഗത്ത് നമ്മൾ വായിച്ചു. അതായത് അഹങ്കാരികളെയും ദുഷ്പ്രവർത്തിക്കാരെയും ഉദ്ദേശിച്ചാണ് ഇവിടെ പരിഹാസികൾ എന്ന് മലാക്കി പ്രവാചകൻ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും എന്ന് പറയുന്നത് അവർ ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വയാശ്രയത്തിലും സ്വാർത്ഥ താല്പര്യത്തോടും കൂടെ സ്വാർത്ഥതയുള്ളവരായി ജീവിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ കരുതുന്നത് അവരുടേതായിട്ടുള്ള സ്വയമായ പ്രവർത്തനത്താൽ, അവരുടെ അധ്വാനത്താൽ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാം എന്നാണ്. എന്നാൽ ദൈവം അവരെ വിളിക്കുന്നത് അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും എന്ന് മാത്രമാണ്. കാരണം അവരുടേതായിരിക്കുന്ന ഒരു പ്രവർത്തനവും കൊണ്ട് ദൈവസന്നിധിയിലേക്ക് എത്തിച്ചെല്ലുവാൻ അവർക്ക് സാധിക്കുകയില്ല. അങ്ങനെ ഒരാളെ സംബന്ധിച്ച് ദൈവം എത്രമാത്രം പരിശുദ്ധനാണെന്നും താൻ എത്രമാത്രം വലിയ പാപിയാണെന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യമെന്നുള്ളത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്നത് ന്യായവിധിക്ക് ശേഷമുള്ള നരകം എന്ന് പറയുന്നത് അത് നിത്യമായ നരകമാണ്. ഇന്ന് ആധുനിക വേദശാസ്ത്രികളായ ജോൺ സ്റ്റോട്ടിനെ പോലുള്ള ആളുകൾ പറയുന്നത് നരകം നിത്യമല്ല എന്ന് പഠിപ്പിക്കുന്ന ചില ആളുകളാണ്. അങ്ങനെയുള്ളവർ അനിഹിലിയേഷനിസം അഥവാ ഉന്മൂലനവാദം പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്. അതായത് മനുഷ്യർ ഈ ലോകത്തിൽ വെച്ച് ജീവിക്കുമ്പോൾ അവർ ചെയ്ത പാപങ്ങൾക്കും തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും അനുസരിച്ച് അവർക്ക് നരകത്തിൽ ശിക്ഷയുണ്ടെന്നും ആ ശിക്ഷയുടെ കാലാവധി കഴിയുമ്പോൾ അവരെ ദൈവം എന്നേക്കുമായി നശിപ്പിച്ച് കളയുമെന്ന് പറയുന്ന ഒരു വാദമാണ് ഈ ഉന്മൂലനവാദം അഥവാ അനിഹിലിയേഷനിസം എന്ന് പറയുന്നത്. എന്നാൽ ബൈബിൾ അത് ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. മത്തായി എഴുതിയ സുവിശേഷം 25-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും എന്നാണ് നമ്മളോട് വായിക്കുന്നത്.
അവിടെ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം, ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് തൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം താൻ നിത്യമായ ജീവിതത്തിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് താൻ അവിടെ എത്ര കാലം ജീവിക്കുന്നുവോ അത്രയും കാലം തന്നെ നരകത്തിലേക്ക് പോകുന്നവരും അവിടെ ജീവിക്കുമെന്നാണ്. അതായത് സ്വർഗം നിത്യമായിരിക്കുന്നത് പോലെ തന്നെ നരകവും നിത്യമായിരിക്കുന്നു എന്നുള്ളത് വേദപുസ്തകം അത് കൃത്യമായി പറയുന്ന സത്യമാണ്. മറ്റൊരു തെറ്റായ ഉപദേശമാണ് യൂണിവേഴ്സലിസം, അഥവാ എല്ലാവരും അവസാനം രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകും എന്ന് പറയുന്ന ഉപദേശം. അതും വചനവിരുദ്ധമായിട്ടുള്ള ഉപദേശമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർ മാത്രമേ സ്വർഗത്തിലേക്ക് പോകുകയുള്ളൂ എന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നു. രണ്ടാമതായിട്ട്, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവർക്ക് ന്യായവിധി ദിവസത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള ആശ്വാസകരമായിരിക്കുന്ന വചനമാണ്. ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി തങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുമ്പോൾ അവനെ അല്ലെങ്കിൽ അവളെ ദൈവം നിത്യമായി നീതിമാനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അത് നമ്മുടെ യാതൊരുവിധ പ്രവൃത്തിയും കൊണ്ടല്ല. എഫെസ്യർക്കെഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മലാക്കി പ്രവാചകൻ പറയുന്നത് അവൻ്റെ മേൽ നീതി സൂര്യൻ ഉദിക്കും എന്നാണ്. അതായത് അന്ന് വരെ പാപത്തിൻ്റെ അന്ധകാരത്തിൽ പിശാചിൻ്റെ അടിമയായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്താൽ നിറയ്ക്കുമെന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അതുമാത്രമല്ല, ഈ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ പാപത്തിൻ്റെ രോഗത്തിൽ നിന്നും ദൈവം നമ്മളെ വിടുവിക്കുന്നു എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പാപം എപ്പോഴും രോഗവും മരണവും നൽകുന്ന ഒന്നാണ്. എന്നാൽ ഒരു വ്യക്തി യേശുവിനെ തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ താൻ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്ന് നിത്യജീവന്റെ അവകാശിയായിത്തീരും. അതുമാത്രമല്ല, നീതി സൂര്യൻ നമുക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നു എന്നുള്ളതാണ്. അതായത് അന്നുവരെ നമ്മുടെ ജീവിതത്തിൽ യാതൊരുവിധ പ്രത്യാശയുമില്ലാതെ, ജീവിതത്തിന്റെ അവസാനം എങ്ങനെയാകും എന്ന് നമുക്കൊരു ബോധ്യവുമില്ലാതെ, ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ നാം മുന്നോട്ട് പോയിരുന്നപ്പോൾ ഈ കർത്താവിനെ അറിയുന്നതോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയും ആശ്വാസവും ഒരു അർത്ഥവുമുള്ള ഒരു ജീവിതം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകുകയാണ്. അതുമാത്രമല്ല, നീതി സൂര്യൻ നമുക്ക് സന്തോഷം നൽകും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടുമെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഒരു മനുഷ്യൻ, ഒരു വധശിക്ഷയ്ക്ക് വിധിച്ചായിരിക്കുന്ന മനുഷ്യനെ വെറുതെ വിടുവാനായിട്ട് കോടതി തീരുമാനിച്ചാൽ ആ മനുഷ്യന് എത്രമാത്രം സന്തോഷമുണ്ടാകും. അതിനേക്കാൾ വലിയ സന്തോഷമാണ് നിത്യമായ നരകത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് സ്വർഗത്തിൻ്റെ അവകാശിയായി തീരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച്. ഞങ്ങൾ അങ്ങനെ ഒരു സന്തോഷം അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. നിങ്ങൾക്കും അത് സാധ്യമായി തീരും. അതിന് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം, അഥവാ ദൈവത്തിൻ്റെ ന്യായവിധി ദിവസം, അത് വരും എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും വരും. ആ ന്യായവിധിയിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ നിങ്ങൾക്ക് ഉള്ള സുവർണ അവസരം എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഈ സമയത്താണ്. ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ നീതിമാന്മാരായി പ്രഖ്യാപിച്ച് സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർക്കും. ഇത്ര വലിയ രക്ഷയെ സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ സർവശക്തനായ ദൈവം എല്ലാവിധ കൃപകളാലും നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തന്നുയിരേ പാപികൾക്കായി തന്നവനാ നീനിയും. തന്നുയിരേ പാപികൾക്കായി തന്നവനാ നീനിയും. ഹല്ലേലൂയ
വാതിൽ അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദ കൃപ പേരും നദിയേ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ പെരുന്നതിയേ വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ ലെൻ ഹൃദയം വൻവീണകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം വല്ലഭൻ നീ എന്ന ഭയം വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം വന്നിടുമോ പിന്നെ ഭയം അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദ കൃപ പേരും നദിയേ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ പെരുന്നതിയേ പാരിടമാ പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ പാരിടമാ പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ മരണദിനം വരുമളവിൽ മരണദിനം വരുമളവിൽ മറഞ്ഞിടും നിൻ മാവിടത്തിൽ മറഞ്ഞിടും നിൻ മാവിടത്തിൽ അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദ കൃപ പേരും നദിയേ അനുഗ്രഹത്തിൻ അധിപതിയേ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം. ബൈബിൾ അതിനെ രണ്ടാം മരണം, നിത്യമായിരിക്കുന്ന നരകം എന്ന് പറയുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ സന്ദേശം കേട്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം, പാപിയായിരിക്കുന്ന ഏതൊരു വ്യക്തിയും നിത്യമായിരിക്കുന്ന നരകത്തിലേക്ക് പോകേണ്ടവരാണ്. നമ്മെ ഭയപ്പെടുത്തുന്ന മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്, നിത്യമായിരിക്കുന്ന നരകത്തിൽ വീണു കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് കരകയറുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മെ ഏറ്റവും ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിത്യമായ നരകത്തിലേക്ക് പോകാതെ പിതാവിൻ്റെ സന്നിധിയിലേക്ക്, നിത്യമായിരിക്കുന്ന ജീവങ്കിലേക്ക് എങ്ങനെയാണ് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുന്നത്? നിത്യമായിരിക്കുന്ന ജീവങ്കിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ബൈബിളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നില്ല. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം നാഥനും രക്ഷിതാവുമായി സ്വീകരിച്ച് നിത്യമായിരിക്കുന്ന സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് തീരുവാൻ
ഇടയായിട്ട് തീരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് നാം ചെയ്യേണ്ടത്, ഞാനൊരു പാപിയായിരിക്കുന്ന മനുഷ്യനാണെന്നും എൻ്റെ പാപത്തിനു വേണ്ടിയാണ് കാൽവരിയിലെ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ആരാണോ അവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. അവർക്ക് ന്യായവിധിയെ ഭയപ്പെടാതെ, അതുപോലെ നിത്യമായിരിക്കുന്ന ശിക്ഷാവിധിയെ ഭയപ്പെടാതെ സന്തോഷത്തോടു കൂടി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. കാരണം കർത്താവ് അവർക്ക് ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലം സന്തോഷമുള്ളതായിരിക്കുന്ന, അനുഗ്രഹമുള്ളതായിരിക്കുന്ന, എന്നേക്ക് നിലനിൽക്കുന്നതായിരിക്കുന്ന ഒരു ഭവനമാണ്. അതുകൊണ്ട് നിത്യമായ നരകത്തിലേക്ക് പോകാതെ, ചൂള പോലെ കത്തുന്ന ആ നിത്യമായ നരകത്തിൽ വീഴാതെ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം നാഥൻ രക്ഷിതാവുമായി സ്വീകരിച്ച് പുതുജീവൻ പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ തിരുവെഴുത്തിലൂടെ കേൾപ്പിച്ചതുപോലെ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം, അത് എത്രയോ ഭയാനകമാണ് എന്ന് ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവേ, ഈ സന്ദേശം കേട്ട ആരും ആ രണ്ടാം മരണമായിരിക്കുന്ന നിത്യമരണത്തിലേക്ക് പോകുവാൻ ഒരിക്കലും ഇടവരുത്തരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനെ സ്വന്തം നാഥൻ രക്ഷിതാവുമായി സ്വീകരിച്ച് നിത്യമായിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കേട്ട ഈ വചനം ഓരോരുത്തരുടെ ഹൃദയത്തിൽ പ്രവർത്തിപ്പാൻ, ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും അവിടുന്ന് കേട്ടതോർത്ത് സ്തോത്രം. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിനായി ഞങ്ങളുടെ സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യസത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ ഏവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യമാ.